ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ ചെസ്റ്റ് ഒക്കെ തൂങ്ങിപ്പോകുന്നൊരവസ്ഥ. ചെസ്റ്റിലൊക്കെ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വല്ലാത്ത ഷേപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിലോട്ടൊക്കെ വരുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ചെസ്റ്റിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെട്ട് അതിനകത്ത് ഫാറ്റൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒരു 2 ഡമ്പൽ വെച്ചുള്ള കുറച്ച് ട്രെയിനിങ് നോക്കാം. ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡമ്പൽസ് ഉണ്ടെങ്കിൽ ഡമ്പൽ ഉപയോഗിക്കാം. ലൈറ്റ് വെയിറ്റ് ഡമ്പലാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരേ വെയിറ്റുള്ള 2 ഇഷ്ടിക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടിക ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ എന്ത് എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഒരു 2.5 കിലോയെങ്കിലും കുറഞ്ഞത് കാണണമെന്ന് മാത്രം വെയിറ്റ്. അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഫോളോ ചെയ്യുന്ന വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെസ്റ്റിനൊക്കെ നമുക്ക് നല്ല ഷേപ്പാക്കി എടുക്കാൻ സഹായിക്കുന്ന, ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അപ്പം പ്രായമായവർക്കും ചെയ്യാം. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വാമപ്പ് ചെയ്യണം. അപ്പം ഞാൻ വാമപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഒരു 3-4 വാമപ്പ് നമ്മൾ ചെയ്യണം ചെസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ചെസ്റ്റിനെ ഒന്ന് ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് ശരിയാക്കാനും ഒന്ന് ആക്ടിവേഷൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം വർക്കൗട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുഷപ്സ് ആണ്. ഓക്കെ, അപ്പം പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി പോസ്ചറൊക്കെ കൃത്യമായിരിക്കുക. നിങ്ങളുടെ എൽബോ കറക്റ്റ് കണ്ട് ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ബോഡി പാരലായിരിക്കുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് താഴോട്ട് വരിക, അപ്പ്. കണ്ടില്ലേ, മാക്സിമം മുകളിലോട്ട് പോകുന്ന സമയത്ത് സ്ക്വീസ് ചെയ്യണം. മുകളിലോട്ട് കണ്ടില്ലേ, ഫുള്ളായിട്ട് സ്ക്വീസ് ചെയ്യണം. താഴോട്ട് വരിക, ബ്രീത്ത് ഇൻ, അപ്പ്, സ്ക്വീസ്. ഓക്കെ, സ്ക്വീസ് യുവർ ചെസ്റ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പുഷപ്സ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 റെപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, 10 റെപ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ, നിങ്ങൾ റെസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ഉടൻ തന്നെ ഡംബൽസ് എടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഫ്ലോറിൽ കിടക്കുന്നു. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം ഇതാണ്ടേ അപ്പ്, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് അപ്പ്, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. അപ്പം എൽബോ ഇതാണ്ട് ഇപ്പം എൻ്റെ ഒരു കൈയുടെ എൽബോ ഇരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അത്രമാത്രം നിങ്ങളുടെ എൽബോ വരിക. ഒരുപാട് വൈഡായിട്ട് പോകരുത്, ഒരുപാട് ക്ലോസ് ആയിട്ട് എൽബോ വരരുത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വരിക. അപ്പ്, ബ്രീത്ത് ഇൻ, പതുക്കെ താപ്പോട്ട്, അപ്പ്, ബ്രീത്ത് ഔട്ട്, സ്ക്വീസ് യുവർ ചെസ്റ്റ്. ഓക്കെ, നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം മുകളിലോട്ട്. നമ്മുടെ കൈ പകുതിയൊന്നും കൊണ്ടുവന്നിട്ട് നിർത്തരുത്. അത് കണക്ക് തന്നെ 1 2 3 താഴോട്ട്, അപ്പ്, 1. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങളിത് 10 റെപ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡമ്പൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിക്കുക. ഇതേ കണക്ക് ഞാൻ പിടിച്ചിരിക്കുന്ന കണക്ക് ക്ലോസ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൺട്രോൾ, അപ്പ്, ബ്രീത്ത് ഔട്ട്, സ്ക്വീസ്, സ്ക്വീസ് യുവർ ഹാൻഡ്. നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം. ഓക്കെ, ചെസ്റ്റ്, അപ്പ്, ബ്രീത്ത് ഇൻ, കൺട്രോൾ ചെയ്ത് പതുക്കെ താഴോട്ട്, അപ്പ്, അപ്പ്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഒരു 10 റെപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബ്രീത്തിങ് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സാധനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്യുക, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് ഇല്ലാതെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഡംബൽ ചെസ്റ്റ് ഫ്ലൈസ്. ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കൈ താഴോട്ട് കൊണ്ടുപോവുക, ബ്രീത്ത് ഔട്ട്. വളരെ സാവധാനത്തിൽ നിങ്ങളുടെ എൽബോ ഒരു ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യണം. ഒരുപാട് കൈ ഇങ്ങനെ എൽബോ നിവർത്തിയിട്ട് കൊണ്ടുപോകരുത്. ഇതേ കണക്ക് എൽബോ നൈസായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പ്, വളരെ സാധനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട്, ഇതേ കണക്ക് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്, സ്ക്വീസ് യുവർ ചെസ്റ്റ്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സെറ്റല്ല, 3 സെറ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. 2 സെറ്റും കൂടെ ഇങ്ങനെ. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡമ്പൽ പുൾ ഓവർ എന്ന് പറയുന്ന വർക്കൗട്ട്. നിങ്ങൾ ഡമ്പൽ ഇതേ കണക്ക് പിടിക്കുക. കണ്ട,
ഇതേപോലെ പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് ബാക്കിലോട്ട് കൊണ്ടുപോവുക. സ്ക്വീസ് ചെയ്യുക ചെസ്റ്റിനെ. കണ്ടില്ലേ? ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ പൊക്കി നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം വരെ കൊണ്ടുവരിക. കണ്ടില്ലേ? താഴോട്ട് ചെസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗം വരെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ചെസ്റ്റിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. പതുക്കെ താഴോട്ട് കൊണ്ടുപോവുക. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. വളരെ സാധനത്തിൽ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ 10 റെപ്സ് ചെയ്യുക. 10 റെപ്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ അടുത്ത വർക്കൗട്ടിൽ പോവുകയാണ്. നമ്മൾ ബോഡി ഇതേ കണക്ക് ഒരു ആർച്ച് രൂപത്തിലോട്ട് കൊണ്ടുവരിക. ഇതേ കണക്ക് പതുക്കെ, ഒരുപാട് പൊങ്ങരുത്, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഇത്ര മാത്രം. ഓക്കെ, ഇത് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ലോവർ ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ഇതേ കണക്ക് കിടന്നതിന് ശേഷം വളരെ സാവധാനത്തിൽ കൈ താഴോട്ട് കൊണ്ടുവരിക. ഇതേ കണക്ക് ചെറുതായിട്ട് എൽബോ ബെൻഡ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് പതുക്കെ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ താഴോട്ട് വരിക. ബ്രീത്ത് ഇൻ ആൻഡ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് അപ്പ്, ബ്രീത്ത് ഔട്ട്. വളരെ സാധനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. നമ്മൾ വളരെ സാധനത്തിൽ കൺട്രോൾ ചെയ്താൽ വളരെ പ്രയോജനകരമാണ്. ഓക്കെ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത സെറ്റ്, അടുത്ത വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇത് കണക്കിരിക്കാം. നിങ്ങൾക്ക് ഇത് കണക്കിരുന്ന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് ക്രോസ് വരിക. ഡമ്പൽ ഇതാണ് ഇതേ കണക്ക് ക്രോസായിട്ട്. കണ്ടല്ലോ? ബ്രീത്ത് ഔട്ട് വളരെ സാവധാനത്തിൽ, ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. നല്ല രീതിയിൽ നമ്മുടെ ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ അപ്പർ ചെസ്റ്റിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു കയ്യിൽ 10 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വർക്കൗട്ടൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ആദ്യത്തെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതേ കണക്ക് തന്നെ നിങ്ങൾ ഒരു 2 സെറ്റ് കൂടി ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മുഴുവൻ മസിൽ പാർട്സിനെയും ആക്ടിവേഷൻ ആക്കും ഈ വർക്കൗട്ട്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്ത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെയൊന്നും എടുത്ത് ഉയർത്തരുത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഷോൾഡർ ലെവൽ കണ്ടില്ലേ? ക്രോസായിട്ട് ഷോൾഡർ ലെവൽ ഇത്ര മാത്രം വരാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ബ്രീത്തിങ് വളരെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടോട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ചെസ്റ്റിന് നല്ല മാറ്റം കൊണ്ടുവരുന്ന വർക്കൗട്ട്.